ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ മനുഷ്യത്തിൻ്റെ ആദ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതിലെ ബാക്കി ഭാഗമാണ് ടീച്ചർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താന്ന് നോക്കുക. നവീന ശിലായുഗം എന്താണ് എടുത്തത്? നിയോളിത്തിക് ഏജ് ആണ് അല്ലേ. മധ്യശിലായുഗത്തിൽ മനുഷ്യ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. മധ്യശിലായുഗത്തെ തുടർന്ന് മനുഷ്യൻ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി. ഈ കാലഘട്ടം നവീന ശിലായുഗം എന്നറിയപ്പെടുന്നു. കൃഷി ആരംഭിച്ചതാണ് ഏകദേശം 8000 വർഷം മുമ്പുള്ള ഈ കാലഘട്ടത്തിലെ പ്രധാന പുരോഗതി. എന്താണ് ഈ നവീന ശിലായുഗത്തിലെ കാലഘട്ടത്തിലെ പ്രധാന പുരോഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷി ആരംഭിച്ചതാണ് അല്ലെ. ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള മാറ്റം മനുഷ്യ ചരിത്രത്തിലെ വഴിത്തിരിവായിരുന്നു. എന്താണ്? ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള അല്ലെ. അന്നൊക്കെ ഓരോ സ്ഥലത്തും ഉണ്ടായത് ഇങ്ങനെ പറിച്ചിതാക്കലായിരുന്നു അല്ലെ. പിന്നെന്താണ്? ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി, ഉണ്ടാക്കാൻ തുടങ്ങി അല്ലെ. അതെന്താണ്? ഈ മനുഷ്യ ചരിത്രത്തിലെ വഴിത്തിരിവായിരുന്നു. പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ്, ജനസംഖ്യ വർധനവ് തുടങ്ങിയവ ഇതിന് കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നദീതടം കേന്ദ്രീകരിച്ച് മനുഷ്യർ കൃഷി ആരംഭിക്കുകയും സ്ഥിരവാസം തുടങ്ങുകയും ചെയ്തു. നദീതടം കേന്ദ്രീകരിച്ചാണ് മനുഷ്യർ കൃഷി ആരംഭിച്ചതും സ്ഥിരവാസം തുടങ്ങുകയും ചെയ്തത്. കൃഷി ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ മാറ്റങ്ങളെ ചരിത്രകാരനായ ഗോൾഡൻ ചൈൽഡ് നവീന ശിലായുഗം വിപ്ലവം നിയോളിത്തിക് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നു. ഗോൾഡൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചരിത്രകാരൻ എന്താണ്? ഈ മാറ്റങ്ങളെ ചരിത്രകാരനായ ഗോൾഡൻ ചൈൽഡ് എന്താണ്? ഈ നിയോളിത്തിക് റെവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചു. ഗോൾഡൻ ചൈൽഡ് നോക്കാം. ഓസ്ട്രേലിയയിൽ ജനിച്ച് പുരാവസ്തു ഗവേഷകനും ചരിത്രകാരനുമായിരുന്ന വി ഗോൾഡൻ ചൈൽഡ് ചരിത്രാതീത കാലത്തെ പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡിനെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ സഹായകമായി. മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളാണ്. ഓക്കെ, അപ്പൊ ഗോൾഡൻ ചൈൽഡ് ആണെന്ന് നിയോളിത്തിക് റെവല്യൂഷൻ എന്ന് ഈ മാറ്റങ്ങളെ വിശേഷിപ്പിച്ചത്. ഏത് മാറ്റങ്ങളെയാണ്? അവിടെ നിന്നുണ്ട്. അതായത് നദീതടം കേന്ദ്രീകരിച്ച് മനുഷ്യർ കൃഷി ആരംഭിക്കുകയും സ്ഥിരവാസം തുടങ്ങുകയും ചെയ്തു. കൃഷി ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച് ആണ് അല്ലെ. കൃഷി ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച് എന്താണ്? ഈ മാറ്റങ്ങളൊക്കെയാണ് ചരിത്രകാരനായ ഗോൾഡൻ ചൈൽഡ് നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, നവീന ശിലായുഗത്തിലെ മനുഷ്യർ ഭക്ഷണാവശ്യത്തിന് മൃഗങ്ങളെ വളർത്തി. എന്താണ്? നവീന ശിലായുഗത്തിലെ മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ മൃഗങ്ങളെ വളർത്തി. കാർഷിക ആവശ്യത്തിനായും മൃഗപരിപാലനത്തിനായും നവീന ശിലായുഗ മനുഷ്യർ സ്ഥിരവാസം ആരംഭിച്ചു. അപ്പൊ ഈ കാർഷിക ആവശ്യത്തിനായും മൃഗപരിപാലനത്തിനായി ഈ നവീന ശിലായുഗ മനുഷ്യർ സ്ഥിരവാസം ആരംഭിച്ചു. ഗോതമ്പ്, ബാർലി, ചണം, വിവിധ ഇനം കിഴങ്ങുകൾ, നെല്ല്, വാഴ തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന വിളകൾ. എന്തൊക്കെയായിരുന്നു? ഗോതമ്പ്, ബാർലി, ചണം, വിവിധ ഇനം കിഴങ്ങ്, നെല്ല്, വാഴ തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന വിളകൾ. ഭക്ഷ്യശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള മനുഷ്യന്റെ മാറ്റം വിശദമാക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, എടക്കൽ ഗുഹ ചിത്രങ്ങൾ. എടക്കൽ ഗുഹ എവിടെയാ? വയനാട്ടിൽ അല്ലെ. എടക്കൽ ഗുഹയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ പ്രധാന നവീന ശിലായുഗം കേന്ദ്രമായിരുന്നു എടക്കൽ അല്ലെ. കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രങ്ങളായിരുന്നു എടക്കൽ. എടക്കൽ ഗുഹയിലെ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ചിത്രത്തിൽ കാണുന്നത് എന്തെല്ലാം കാണുന്നുണ്ട്? എന്താണ്? ചക്രങ്ങളുള്ള വണ്ടി കാണുന്നുണ്ട്. പിന്നെയോ ചക്രങ്ങളുള്ള വണ്ടി അല്ലെ. പിന്നെന്താ കാണുന്നത്? അതൊക്കെ എഴുതുക കേട്ടോ. സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് അക്കാലത്ത് ചക്രങ്ങൾ ഉപയോഗിച്ചു. കൃഷിയുടെ വികാസം, സ്ഥിരവാസം തുടങ്ങിയവ കൂട്ടായ ജീവിതത്തിന് വഴിതെളിയിച്ചു. കൃഷിയുടെ ആരംഭം മനുഷ്യ പുരോഗതിയുടെ നാഴികക്കല്ലായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ്? കൃഷിയുടെ ആരംഭം മനുഷ്യ പുരോഗതിയുടെ നാഴികക്കല്ലായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ്? നവീന ശിലായുഗത്തിലെ സാങ്കേതിക നേട്ടങ്ങൾ താഴെയുള്ള ചിത്രത്തിൽ നിന്ന് കണ്ടെത്തി എന്തെല്ലാം മേഖലകളിൽ അക്കാലത്തെ ജനങ്ങൾ വൈദഗ്ധ്യം നേടിയിരുന്നു എന്ന് ചർച്ച ചെയ്യുക. നവീന ശിലായുഗത്തിലെ സാങ്കേതിക നേട്ടങ്ങളാണ് താഴെയുള്ള ചിത്രങ്ങളിൽ കൊടുത്തിരിക്കുന്നത് അല്ലെ. നോക്കുക, എന്തൊക്കെയാണ് നവീന ശിലായുഗത്തില്? മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു. തടിയുടെ പിടിയിട്ട കൽക്കൊടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളുകളും ഉപയോഗിച്ചു. കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു. മൺപാത്ര നിർമ്മാണത്തിൽ തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു. ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു. കല്ല്, തടി, എല്ല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു.
തടി കൊണ്ടുള്ള കലപ്പയും തുമ്പയും നിർമ്മിച്ചു. ചൂണ്ടയും ചാട്ടൂളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു. എല്ലുകൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രം നെയ്തതൊക്കെ എന്താണ് നവീന ശിലായുഗത്തിലുള്ള കേട്ടോ. നവീന ശിലായുഗം മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് മറ്റൊരു ഉദാഹരണമാണ് സ്വിറ്റ്സർലൻഡിലുണ്ടായിരുന്ന തടാക ഗ്രാമങ്ങൾ, ലേക്ക് വില്ലേജസ്. തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിന്റെ തോലും കളിമണ്ണും ഉപയോഗിച്ചാണ് തടാകത്തിൽ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചത്. പലസ്തീനിലെ ജെറിക്കോയിൽ നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയിട്ടുണ്ട്. പലസ്തീനിലെ ജെറിക്കോയില് എന്താണ് നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയിട്ടുണ്ട്. മധ്യശിലായുഗത്തിൽ ആരംഭിച്ച മറ്റ് പല മാറ്റങ്ങളും നവീന ശിലായുഗത്തിൽ വികാസം പ്രാപിച്ചു. അവ ഏതെല്ലാം എന്ന് പാഠഭാഗം പരിശോധിച്ച് രേഖപ്പെടുത്തുക. ഇതാണ് എന്ത് തടാക ഗ്രാമം സ്വിറ്റ്സർലൻഡിന്റെ എന്താണ് ചിത്രകാരന്റെ ഭാവനയിലാണ് കേട്ടത്. ഇനി എന്താ ജാർമോ എന്താണ് നവീന ശിലായുഗത്തിലെ മനുഷ്യ ജീവിതത്തെ കുറിച്ച് തെളിവ് ലഭിക്കുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് വടക്കൻ ഇറാഖിലെ ജാർമോ. നിരവധി മൺകുടിലുകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കല്ലുകൾ കൊണ്ടാണ് ഇവയുടെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത്. ഭിത്തികൾ വെയിലത്ത് ഉണക്കിയ ചെളിക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. മണ്ണ് കുഴച്ച് വെയിലത്ത് ഉണക്കി നിർമ്മിച്ചതായിരുന്നു അവയുടെ മേൽക്കൂരകൾ. ജനങ്ങൾ കൃഷിയിൽ ഏർപ്പെട്ടിരുന്നു. അവർ ആഹാര സാധനങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. അതൊക്കെ ഇതാണ് ജാർമോ ഗ്രാമം അല്ലെ. ഇപ്പൊ എന്തൊക്കെയാ ഇവിടെ പറയുന്നത്? നവീന ശിലായുഗത്തിലെ മനുഷ്യ ജീവിതത്തെ കുറിച്ച് ചില തെളിവുകൾ ലഭിക്കുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണിത് വടക്കേ ഇറാഖിലെ ജാർമോ കേട്ടോ. ഇറാഖിലാണിത്. പിന്നെ നിരവധി മൺകുടിലുകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കല്ലുകൾ കൊണ്ടാണ് ഇവയുടെ അടിത്തറ നിർമ്മിച്ചിരുന്നത്. ഭിത്തികൾ വെയിലത്ത് ഉണക്കിയ ചെളിക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ചായിരുന്നു ചുമരുകളൊക്കെ. മണ്ണ് കുഴച്ച് വെയിലത്ത് ഉണക്കി നിർമ്മിച്ചായിരുന്നു അവയുടെ മേൽക്കൂരകളിൽ. ജനങ്ങൾ കൃഷിയിൽ ഏർപ്പെട്ടിരുന്നു. അവർ ആഹാര സാധനങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. നവീന ശിലായുഗത്തിൽ മനുഷ്യജീവിതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. നവീന ശിലായുഗത്തിലാണ് മനുഷ്യജീവിതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത്. ജനസംഖ്യാ വർധനവ്, കൃഷിയോഗ്യവും വാസയോഗ്യവുമായ പ്രദേശങ്ങളുടെ ആവശ്യകത എന്നിവയാണ് ഇതിന്റെ കാരണമായത്. ജലഗതാഗതമാണ് വിവിധ പ്രദേശങ്ങളിലേക്കുള്ള കൂടിയേറ്റത്തിന് സഹായമായത്. വെള്ളത്തിലൂടെയുള്ള യാത്ര അല്ലെ. അതിലൂടെ പല പ്രദേശങ്ങളിലേക്ക് ആൾക്കാർ കൂടിയേറി പാർത്തത് അല്ലെ. അപ്പൊ എന്താണ് ജനസംഖ്യാ വർധനവും കൃഷിയോഗ്യവും വാസയോഗ്യവുമായ പ്രദേശങ്ങളുടെ ആവശ്യകത എന്നിവയാണ് ഇതിന് കാരണമായത് അല്ലെ. ഭൂപടം പരിശോധിച്ച് പ്രധാന നവീന ശിലായുഗ കേന്ദ്രങ്ങൾ കണ്ടെത്തിയെഴുതാന് ഇടയ്ക്കൽ. അവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ പറയുന്നത്? ബുർസാഹും, പിന്നെന്താണ് സരായി ഗോല, കുഫ്ഖാഖ്, കിലെ ഗുൽ മുഹമ്മദ്, മെഹർഗഡ്, ഖോൽദിവ, ചിരാന്ത്, പിന്നെന്താ ഉദ്നൂർ, തക്കലക്കോട്ട, ഹലൂർ, മാസ്കി, നാഗാർജുനക്കൊണ്ട, ബ്രഹ്മഗിരി, പയ്യനള്ളി, പിന്നെന്താ ഇടയ്ക്കൽ അല്ലെ. ഇതൊക്കെയാണ് അല്ലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രങ്ങളൊക്കെ അല്ലെ. ഇത് എന്താണ് അലങ്കരിച്ച മൺപാത്രവും ശിലായുധങ്ങളും ആണ് അല്ലെ ഇത് ഉള്ളത്. അലങ്കരിച്ചതാണ് അല്ലെ. അപ്പൊ ബുർസാഹോം കാശ്മീരിലുള്ളത് കേട്ടോ. പ്രാചീന ശിലായുഗത്തെ അപേക്ഷിച്ച് എന്തെല്ലാം മാറ്റങ്ങളാണ് നവീന ശിലായുഗത്തിൽ രൂപപ്പെട്ടതെന്ന് കണ്ടെത്തി ചുവടെ നിന്നുള്ള പട്ടിക പൂർത്തിയാക്കുക. പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം. ഉപകരണങ്ങൾ പരുക്കം കല്ലുകളായി, പിന്നെ മിനുസപ്പെടുത്തിയ കല്ലുകളായി. പിന്നെ തൊഴിലെന്തായി? ആഹാര സമ്പാദനം, സ്ഥിരവാസം, മൃഗപരിപാലനം, പാത്ര നിർമ്മാണം, സാങ്കേതിക വിദ്യ. അത് പ്രാചീന ശിലായുഗത്തിൽ എങ്ങനെയും നവീന ശിലായുഗത്തിൽ എങ്ങനെയെന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്ത് ചാൽക്കോളിത്തിക് ഏജ് ആണ്. താമ്ര ശിലായുഗം. ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമായിരുന്നു താമ്ര ശിലായുഗം. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം ചെമ്പ്, താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു. താമ്ര ശിലായുഗത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. നവീന ശിലായുഗത്തിലും താമ്ര ശിലായുഗത്തിലും മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ള പ്രധാന കേന്ദ്രമാണിത്. തുർക്കിയിലെ ചാതൽ ഹൊയ്ക്ക്. നഗരജീവിതത്തിൽ ആദിമ രൂപം നിലനിന്നിരുന്ന കേന്ദ്രമായിരുന്നു ഇത്. വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്ന് കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. ചെളിക്കട്ടകൾ ഉണ്ടായിരുന്നു. കുടിലുകൾ നിർമ്മിച്ചിരുന്നതും
ഗോതമ്പ്, ബാർലി തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ചളിക്കെട്ടുകൾ കൊണ്ടായിരുന്നു കുടിലുകൾ നിർമ്മിച്ചിരുന്നത്. അതുപോലെ ഗോതമ്പ്, ബാർലി തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഏറെ പുരാതനവും വിസ്തൃതവുമായ ഈ കേന്ദ്രത്തിൽ ഇപ്പോഴും ഉത്ഖനനം നടക്കുന്നുണ്ട്. താമ്രശിലായുഗത്തെ സംബന്ധിച്ച് എന്തെല്ലാം തെളിവുകളാണ് ചാദൽഹോയൂക്കിൽ നിന്ന് ലഭിക്കുന്നത് ചർച്ച ചെയ്യാൻ. താമ്രശിലായുഗത്തിലെ സവിശേഷതകൾ കണ്ടെത്തിയ നിരവധി പ്രദേശങ്ങൾ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലുണ്ട്. ഭൂപടത്തിൽ നിന്ന് അവ കണ്ടെത്തിയെഴുതുക. മെഹർഗഡ് 1 അല്ലേ. പിന്നെ ഏതൊക്കെയാ നോക്കൂ. ചിരാന്ത്, എറാൻ, ഖൈദ, ഥോലി, പിന്നെന്താണ് ഗിലുഡ്, ബാലത്തൽ അഹാർ, പിന്നെയോ ഗിലുഡ്, ബാലത്തൽ അഹർ, എറാൻ, ഖൈദ, തോലി, പിന്നെ ദൈമാബാദ്, പിന്നെ ജോർവെ, ചന്തോളി അല്ലേ. ഇതൊക്കെയാണ് ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ താമ്രശിലായുഗ കേന്ദ്രങ്ങൾ കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രങ്ങളാണ് ബലൂചിസ്ഥാനിലെ മെഹർഗഡ്. ഗോതമ്പ്, ബാർലി എന്നിവ അവിടെ കൃഷി ചെയ്തിരുന്നു. അടുപ്പുകളോട് കൂടിയ വീടുകൾ ചെളിക്കട്ട കൊണ്ട് നിർമ്മിച്ചിരുന്നു. മൺപാത്ര നിർമ്മാണത്തിന് ചക്രം, പോട്ടേഴ്സ് വീൽ ഉപയോഗിച്ചിരുന്നതിനും അവിടെ നിന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. മൺപാത്രം മെഹർഗഡ് കേട്ടോ. താമ്രശിലായുഗത്തിലെ മനുഷ്യ ജീവിതം ഏതെല്ലാം മേഖലകളിലാണ് പുരോഗതി കൈവരിച്ചത്? ഇനി കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളെയാണ് ആദ്യകാലത്ത് മനുഷ്യർ ആശ്രയിച്ചത് അല്ലേ. അത് നമ്മൾ പഠിച്ചു. ആവശ്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഉപകരണങ്ങൾ മെച്ചപ്പെട്ട ഉപകരണങ്ങൾ സാമൂഹിക ജീവിതത്തിന്റെ പുരോഗതിക്ക് സഹായകമായി. ഇത് ലോഹോപകരണങ്ങളുടെ നിർമ്മാണത്തിലേക്ക് നയിച്ചു അല്ലേ. ഇനി ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ നന്നായി വായിച്ച് പഠിക്കുക കേട്ടോ. ഓരോന്നും മനസ്സിലാക്കുക, വായിച്ച് പഠിക്കുകയും ചെയ്യുക. ഓക്കെ. അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.